2023 റിലീസായിട്ടുള്ള ടൈവാനീസ് മൂവി ആയിട്ടുള്ള ദ പിഗ്, ദ സ്നേക്ക് ആൻഡ് ദ പിജിയൻ വളരെ റാൻഡം ആയിട്ടാണ് ഞാൻ കണ്ടത്. ആൻഡ് ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ ശരിക്കും മനസ്സിൽ തട്ടിയ ഒരു മൂവി എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ജീവിച്ചിരിക്കാൻ ഏതാണ്ട് കുറച്ച് നാളുകൾ മാത്രമേ ബാക്കിയുള്ളൂ എന്നറിയാണ്. നമ്മൾ എന്താ ചെയ്യുക? നമ്മൾ വേഗം തന്നെ നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്യാൻ നോക്കും. അതിൽ ചെയ്യാൻ പെട്ടെന്ന് പറ്റുന്ന കാര്യങ്ങൾ എന്താണ്, അത് മാക്സിമം വേഗത്തിൽ ചെയ്യും അല്ലേ? പിന്നെ നമുക്ക് ടൈമില്ല. പക്ഷേ ഈ കാര്യം തിരിച്ചറിയുന്ന ഒരു കില്ലർ ആണെങ്കിൽ എന്താ സംഭവിക്കുക? ഇതാണ് ഈ പടത്തിന്റെ മെയിൻ ആയിട്ടുള്ള പ്ലോട്ട്. ആൻഡ് ഈ പടത്തിന്റെ പ്ലോട്ട് നിങ്ങൾ കേൾക്കുമ്പോൾ വിചാരിക്കും ഇതൊരു ഫുൾ ഓൺ ആക്ഷൻ ത്രില്ലർ പടമായിരിക്കുന്നു. അല്ല, ഇതൊരു ഇമോഷണൽ ആക്ഷൻ ത്രില്ലർ എന്ന് പറയാം. കാരണം ആ ഒരു പടത്തിന്റെ ആ ഒരു ലീഡിങ് ക്യാരക്ടർ ചെയ്തിട്ടുള്ള ഇദാൻ ജുവാൻ തന്നെയാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ പോസിറ്റീവ് ആയിട്ട് എടുത്ത് പറയേണ്ടത്. കാരണം അദ്ദേഹത്തിന്റെ ആ ഒരു ക്യാരക്ടർ കടന്നു പോകുന്ന ഇമോഷണൽ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളെ വളരെയധികം റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് കാണിച്ചിട്ടുള്ളത്. ആൻഡ് ആ ക്യാരക്ടറിന്റെ ഓരോരോ ഇതാണ് ചെയ്ത് തീർക്കേണ്ട കാര്യങ്ങൾ അത് പെട്ടെന്ന് ചെയ്യണം എന്നുള്ള രീതിയിലുള്ള ഒരു ഡിറ്റർമിനേഷനോട് കൂടിയിട്ടുള്ള പോക്കും, അതിനിടയ്ക്ക് ആൾക്ക് ഡീൽ ചെയ്യേണ്ടി വരുന്ന പല കാര്യങ്ങളും. ആൻഡ് ഈ സിനിമയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു മൊമെന്റ് ഏതായിരുന്നു എന്ന് ചോദിച്ചാൽ ഈ പടത്തിന്റെ അവസാനത്തെ ഒരു 10-15 മിനിറ്റ് ആണ്. കാരണം ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ മാക്സിമം എല്ലാം കഴിഞ്ഞു എന്നുള്ള ഒരു അവസ്ഥയിൽ കാണിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ആൻഡ് ഈ പടം കണ്ടു കഴിഞ്ഞ് ടൈറ്റിൽ ക്രെഡിറ്റ് അല്ലെങ്കിൽ എൻഡ് ക്രെഡിറ്റ്സ് കാണിച്ചു തരുന്നപ്പോൾ ശരിക്കും ഒന്ന് സ്റ്റണ്ട് ആയിട്ടിരുന്ന ഒരു അവസ്ഥയായിരുന്നു. കാരണം ആ ഒരു ക്യാരക്ടറിന്റെ അവസ്ഥകൾ ഈവൻ ഒരു ഐ കോണ്ടാക്റ്റിലായാൽ പോലും ഈ ഒരു ലീഡിങ് ക്യാരക്ടറിനെ കൊണ്ടുവരാൻ പറ്റി. ആൻഡ് അത് അത്രയും നല്ല എഫക്റ്റ് ആയിട്ട് നമ്മുടെ മനസ്സിനെ നല്ല ടച്ച് ചെയ്യുന്ന രീതിയിൽ തന്നെ അവർ കൊണ്ടുവന്നു. വളരെ അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള ഒരു മൂവി എക്സ്പീരിയൻസ്, അല്ലെങ്കിൽ ഒരു വളരെ അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള ഒരു മൂവി തന്നെയാണ്. അത് അധികം ആരും പറഞ്ഞു കേട്ടിരുന്നില്ല. നിങ്ങൾ തീർച്ചയായിട്ടും കണ്ടു നോക്കുക. കാരണം ഒരു ഇമോഷണൽ മൂവിയൊക്കെ അത്രത്തോളം ഇഷ്ടപ്പെടുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ആൻഡ് ഇങ്ങനെയുള്ളൊരു പ്ലോട്ട് എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു പ്ലോട്ടാണ്. ആൻഡ് ഈ പടം എനിക്ക് കണ്ടു കഴിഞ്ഞപ്പോൾ ഒരിക്കലും ഇത് വെറുതെ ആയില്ല എന്നുള്ളൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. പടം നെറ്റ്ഫ്ലിക്സിൽ അവൈലബിൾ ആണ്. ക്യാരക്ടേഴ്സും നല്ല രീതിയിൽ തന്നെ അവരുടെ ആ ഒരു സംഭവങ്ങളൊക്കെ ചെയ്ത് തീർത്തിട്ടുണ്ട്. എന്തായാലും നിങ്ങൾ കണ്ടു നോക്കുക. നിങ്ങൾക്ക് ഒരിക്കലും സമയം വേസ്റ്റ് ആയി എന്ന് ഒരിക്കലും തോന്നില്ല. നല്ലൊരു മൂവി എക്സ്പീരിയൻസ് തന്നെയാണ്. പടം കണ്ടവർ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ നോട്ട് ചെയ്യുക.